Hi friends, ഇന്നൊരു സ്പെഷ്യൽ വ്ളോഗാണ്. കഴിഞ്ഞ സാറ്റർഡേ എറണാകുളം ലുലു മോളിൽ വെച്ച് ലിറ്റിൽ ഷെഫിന്റെ ഓഡിഷൻ നടന്നിരുന്നു. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ വ്ളോഗിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. രാവിലെ 10 മണിക്കും അതുപോലെ വൈകിട്ട് 6 മണിക്കും ഇടയ്ക്ക് എപ്പോഴെങ്കിലും ചെന്നാൽ മതി എന്നായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ അതനുസരിച്ചാണ് ഞങ്ങൾ പോയത്. ഞങ്ങൾ ഒരു ഉച്ചയായപ്പോഴാണ് കേട്ടോ, ഒരു 3 മണിക്കായി ഞങ്ങൾ അവിടെ എത്തിയപ്പോഴത്തേനും. അപ്പോൾ ഇതാ ലുലുവിൻ്റെ എൻട്രൻസ് ആണ് കേട്ടോ ഇത്. അപ്പോൾ എൻട്രൻസിൽ ഒരു ക്രിസ്മസ് പാപ്പൻ്റെ ഒരു പ്രതിമയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് എൻ്റെ 2 മക്കൾ. ഇവരാണ് കേട്ടോ ഇന്ന് ലിറ്റിൽ ഷെഫിൻ്റെ ഓഡിഷന് പങ്കെടുക്കുന്നത്. അപ്പോൾ ഇവർ നമ്പർ 145ഉം 146ഉം ആയിരുന്നു ഇവർക്ക് കിട്ടിയത്. അപ്പോൾ ലുലുവിൻ്റെ 2nd ഫ്ലോറിലായിരുന്നു ഈ ഒരു പ്രോഗ്രാം നടക്കുന്നത്. ഞാൻ ഈ പ്രോഗ്രാമിനെ കുറിച്ച് ഇൻസ്റ്റഗ്രാമിൽ കണ്ടപ്പോൾ അപ്പോൾ തന്നെ പേര് രജിസ്റ്റർ ചെയ്യുകയാണ് ചെയ്തത്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അറിയണത് അവിടെ ചെന്നതിന് ശേഷം രജിസ്റ്റർ ചെയ്താലും നമുക്ക് പങ്കെടുക്കാൻ പറ്റുമെന്നുള്ളത്. പക്ഷെ എന്താണെങ്കിലും ഞങ്ങൾ ചെല്ലുമ്പോൾ ഒരു പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അതിനുശേഷം ആ സ്ഥലമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. എന്നിട്ടാണ് അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓരോ ബാച്ചിലും 20 കുട്ടികൾ വീതമാണ് ഉള്ളത്. അപ്പോൾ എൻ്റെ മക്കൾ രണ്ടുപേരും ഫ്രണ്ടിൽ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഈ ബാച്ചിനൊരു പ്രത്യേകതയുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് 2 ഇസ്രായേലി കുട്ടികളുണ്ട്. പിന്നെ ട്വിൻസ് ആയിട്ടുള്ള 2 പേരാണ് ഉണ്ടായിരുന്നത്. പൊട്ടാറ്റോ പീലിംഗ് ആണ് കിട്ടിയത്. നമ്മുടെ സാധാരണ പീലറല്ല ഇവർക്ക് കിട്ടിയത്. ഒരു നൈഫ് മോഡലിലുള്ള ഒരു പീലർ ഉണ്ടല്ലോ, അതാണ് കിട്ടിയത്. അപ്പോൾ അത് ഇവർക്ക് ഉപയോഗിച്ച് ശീലമില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ഇവർ ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ളൊരു പ്രോഗ്രാമിന് പങ്കെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പരിചയക്കുറവുമുണ്ട്. എന്താണെങ്കിലും അവിടുത്തെ ഷെഫ് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. എല്ലാവർക്കും നല്ല പോലെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, എങ്ങനെയൊക്കെ ചെയ്യണമെന്നും ഒക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. 3 മിനിറ്റിനുള്ളിൽ മാക്സിമം പൊട്ടാറ്റോസ് പീൽ ചെയ്യുക, അത് നല്ല വൃത്തിക്ക് പീൽ ചെയ്യുക എന്നതായിരുന്നു ഇവർക്ക് കിട്ടിയ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത്. എന്താണെങ്കിലും കുട്ടികൾക്ക് വരെ അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. പിന്നെ അവിടെ നിന്ന് കുറേ ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടാ. കുറേ സ്റ്റോറി ബുക്കോ ഈ ചെറിയ ഡ്രിങ്ക്സ് ഒക്കെ ഇല്ലേ, അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ അവർക്ക് കിട്ടി. പിന്നെ അതുപോലെ ഈസ്റ്റേണിൻ്റെ ഒരു പനീർ ബട്ടർ പനീർ മസാല അതൊക്കെ കിട്ടിയിട്ടുണ്ട്, അതിൻ്റെ ഒരു മിക്സ്. പ്രോഗ്രാമിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 8 വയസ്സ് മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പങ്കെടുക്കായിരുന്നു. അപ്പോൾ അവർ ആ ഒരു ഷെഫിൻ്റെ ക്യാപ്പൊക്കെ വെച്ച് നിൽക്കണ കാണാൻ തന്നെ ഒരു രസം. ആദ്യമായിട്ടാണ് കേട്ടോ അങ്ങനത്തെ ഒരു ക്യാപ്പൊക്കെ വെച്ച് കുട്ടികൾ നിൽക്കണത്, എൻ്റെ കുട്ടികൾ നിൽക്കണത്. മറ്റുള്ളവരൊക്കെ ചിലപ്പോൾ പങ്കെടുത്തങ്ങനെ കുട്ടികളൊക്കെ ആയിരിക്കാം, എന്താണെന്നറിയില്ല. എന്താണെങ്കിലും ക്ലീനിങ്ങും മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഇവർക്ക് തീരുമാനിക്കണമെന്നാണ് പറഞ്ഞു കേട്ടത്. ഈ ഒരു ബാച്ചിലെ ഏറ്റവും ഹയസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 800 ഗ്രാമാണ്. അത് 3 മിനിറ്റിനുള്ളിൽ ഈ 800 ഗ്രാം പീൽ ചെയ്തു. അപ്പോൾ ഇതിനെക്കുറിച്ച് പിന്നീട് അറിയിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ എല്ലാം ഒന്ന് ചുറ്റിക്കണ്ട് വീട്ടിൽ പോകാം എന്നുള്ളൊരു തയ്യാറെടുപ്പോടു കൂടിയാണ്. അപ്പോൾ എല്ലാം ഒന്ന് ചുറ്റിക്കാണാൻ വേണ്ടി നടക്കുകയാണ്. ക്രിസ്മസിൻ്റെ ഡെക്കറേഷനൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം കാണാൻ നല്ല ഭംഗിയാണ്. കുട്ടികൾക്കൊക്കെ നല്ല രസമാണ്, നല്ല ഇഷ്ടമായി. കാരണം അവർക്ക് വെക്കേഷനും ആയിരുന്നല്ലോ, അപ്പോൾ നല്ലതായിട്ടൊന്ന് എൻജോയ് ചെയ്ത് നടക്കാൻ പറ്റി അവർക്ക്. പിന്നെ ക്രിസ്മസ് പാപ്പ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ അടുത്ത് പോയി 2 മിഠായിയൊക്കെ കിട്ടി കുട്ടികൾക്കൊക്കെ. അവരെ കൂടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്തു. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ ലുലു ലിറ്റിൽ ഷെഫിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹാപ്പി ന്യൂ ഇയർ. Thank you for watching Aisha's Creations.